മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വളരെ ലളിതമായി തോന്നുന്നതും എന്നാൽ PSCക്ക് ആവർത്തിക്കുന്നതുമായ ചില ചോദ്യോത്തരങ്ങൾ പഠിക്കാം. Where is the Salt Lake Stadium? കൊൽക്കത്ത. സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. Which is the largest Indian stadium by capacity? സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. ഏറ്റവും കൂടുതൽ കപ്പാസിറ്റിയുള്ള ഇന്ത്യൻ സ്റ്റേഡിയമാണ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. Which Indian stadium is known as യുവ ഭാരതി സ്റ്റേഡിയം? സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. യുവ ഭാരതി സ്റ്റേഡിയം എന്നറിയപ്പെടുന്നത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയമാണ്. Which is the apple state of India? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ധർമ്മശാല is the home of ഡാഷ് ദലൈലാമ. ദലൈലാമയുടെ ഇന്ത്യയിലെ ആസ്ഥാനം ധർമ്മശാലയാണ്. In which Indian state is the ധർമ്മശാല situated? ഹിമാചൽ പ്രദേശ്. ധർമ്മശാല സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. India conducted the first atomic explosion in the year dash May 18, 1974. ഇന്ത്യ ആദ്യമായി ആറ്റം ബോംബ് പരീക്ഷണം നടത്തിയത് 1974 മെയ് 18-നാണ്. Which committee enquired the IPL spot fixing scandal? ജസ്റ്റിസ് മുദ്ഗൽ കമ്മിറ്റി. ജസ്റ്റിസ് മുദ്ഗൽ കമ്മിറ്റിയാണ് IPL സ്പോട്ട് ഫിക്സിംഗിനെ കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റി. Which Indian state has the highest population growth rate as per 2011 census? മേഘാലയ. 2011 സെൻസസ് അനുസരിച്ച് ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് മേഘാലയ. Which Indian state major language is ബോഡോ? ആസാം. ആസാമിന്റെ മേജർ ലാംഗ്വേജ് ആണ് ബോഡോ ലാംഗ്വേജ്. ഗോവ വാസ് ലിബറേറ്റഡ് ഫ്രം ദ പോർച്ചുഗീസ് ഇൻ ദ ഇയർ ഡാഷ് 1961. പോർച്ചുഗീസുകാരുടെ അധീനതയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് 1961-ലാണ്. ലിബറേഷൻ ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ബൈ ദ ആർമി വാസ് കോഡ് നെയിം ഓപ്പറേഷൻ വിജയ്? ഗോവ. ഗോവയുടെ വിമോചനത്തിന് കാരണമായ ആർമി പ്രൊസീജിയർ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ ജുവൽ ഓഫ് ഇന്ത്യ? മണിപ്പൂർ. ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് മണിപ്പൂർ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഈസ് ഇംഗ്ലീഷ്? നാഗാലാൻഡ്. നാഗാലാൻഡിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. വിച്ച് ഈസ് ദ ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? മധ്യപ്രദേശ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ഫസ്റ്റ് ടൈം ഇംപ്ലിമെന്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡാഷ് രാജസ്ഥാൻ ഇൻ 1959. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് 1959 രാജസ്ഥാനിലാണ്. The first state to be formed on the linguistic basis was Andhra in 1953. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ആന്ധ്ര. ഇത് 1953-ലാണ് രൂപം കൊണ്ടത്. കുച്ചിപ്പുടി ഒറിജിനേറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഡാഷ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് കുച്ചിപ്പുടി എന്ന നൃത്തരൂപം ഉദയം ചെയ്തത്. Who was the author of രാജതരംഗിണി? കൽഹണ. രാജതരംഗിണി എഴുതിയത് കൽഹണനാണ്. Which state is the leading producer of saffron? ജമ്മു കാശ്മീർ. കുങ്കുമം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ആണ് ജമ്മു കാശ്മീർ. അമർനാഥ് കേവ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ജമ്മു ആൻഡ് കാശ്മീർ. അമർനാഥ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. Which Indian state has the longest coastline? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ തീരപ്രദേശങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. Which Indian state is the leading producer of salt? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്.
what is known as the fifth Veda? മഹാഭാരത. അഞ്ചാം വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ്. അഹമ്മദാബാദ് ഈസ് ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? സബർമതി. സബർമതി നദിയുടെ തീരത്താണ് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത്. വന്ദേ മാതരം ഈസ് ടേക്കൺ ഫ്രം ദ ബുക്ക് ഡാഷ്. ആനന്ദമത്. ആനന്ദമതം എന്ന ബുക്കിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ഡാഷ്. ജനുവരി 29. ഇന്ത്യയിൽ പത്രദിവസം ആചരിക്കുന്നത് ജനുവരി 29-നാണ്. Who started the newspaper Commonweal? ആനി ബെസന്റ്. കോമൺവീൽ എന്ന പത്രം ആരംഭിച്ചത് ആനി ബെസന്റ് ആണ്. സൗത്ത് ആൻഡ് ലിറ്റിൽ ആൻഡമാൻ ആർ സെപ്പറേറ്റഡ് ബൈ ഡാഷ്. ഡങ്കൺ പാസേജ്. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നതാണ് ഡങ്കൺ പാസേജ്. Where was the second session of Indian National Congress held? കൊൽക്കത്ത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്കൻഡ് സെഷൻ നടന്നത് കൊൽക്കത്തയിലാണ്. Which is the National Bank for Agriculture and Rural Development? നബാർഡ്. കൃഷിയുടെയും ഗ്രാമവികസനത്തിന്റെയും ബാങ്കായി അറിയപ്പെടുന്നത് നബാർഡാണ്. Which was the first Indian bank to introduce voluntary retirement scheme? പഞ്ചാബ് നാഷണൽ ബാങ്ക്. വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അഥവാ VRS ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അമർ ജവാൻ ജ്യോതി ഈസ് ലിറ്റഡ് ഡാഷ്. ഇന്ത്യ ഗേറ്റ്. അമർ ജവാൻ ജ്യോതി തെളിയിക്കുന്നത് ഇന്ത്യ ഗേറ്റിലാണ്. Which union territory has the least population as per 2011 census? ലക്ഷദ്വീപ്. 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപ്. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടൊബാക്കോ ഇൻ ഇന്ത്യ? കർണാടക. ഇന്ത്യയിൽ ടൊബാക്കോ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ആണ് കർണാടക. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ഇൻ ദ നെയിംസ് ഓഫ് ഓർക്കിഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ പാരഡൈസ് ഓഫ് ദ ബൊട്ടാനിസ്റ്റ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനമെന്നും ബൊട്ടാനിസ്റ്റുകളുടെ സ്വർഗമെന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. കാഞ്ചൻജംഗ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡാഷ്. സിക്കിം. കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. വിച്ച് ഈസ് ഇന്ത്യസ് ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്? സിക്കിം. ഇന്ത്യയുടെ ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ് സിക്കിം. പ്രസാർ ഭാരതി വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ നവംബർ 1997. പ്രസാർ ഭാരതി ആരംഭിച്ചത് 1997 നവംബർ മാസത്തിലാണ്. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ്? വെസ്റ്റ് ബംഗാൾ. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. Which is the last formed union territory of India? Daman and Diu in the year 1987. അവസാനമായി രൂപം കൊണ്ട ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ദമൻ ആൻഡ് ദിയു ആണ്. ഇത് രൂപം കൊണ്ട വർഷം 1987. Which state has been declared the first smoke-free state in the country? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകരഹിത സംസ്ഥാനം. നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 19th November every year. It is the birthday of dash. ഇന്ദിരാഗാന്ധി. നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ആയി ആചരിക്കുന്നത് നവംബർ 19-നാണ്. ഇത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. The birthplace of K.R. Narayan is ഉഴവൂർ ഇൻ കോട്ടയം. മുൻ പ്രസിഡന്റ് ആയിരുന്ന KR നാരായണൻ ജനിച്ചത് കോട്ടയം ജില്ലയിലെ ഉഴവൂരിലാണ്. Where did ഗൗതമ ബുദ്ധ born? ലുംബിനി ഇൻ കപിലവസ്തു. കപിലവസ്തുവിലെ ലുംബിനിയിലാണ് ഗൗതമ ബുദ്ധ ജനിച്ചത്. ബിഗസ്റ്റ് റിവർ ഓഫ് സൗത്ത് ഇന്ത്യ ഈസ് ഗോദാവരി. ഗോദാവരിയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം
പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ.